അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിച്ചപ്പോൾ ഉറവയെടുത്ത അത്ഭുത ജലധാരയാണ് സംസം. ഇന്നും സംസം ജലം വിശ്വാസികൾ വളരെ ആദരവോടുകൂടി കുടിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ചരിത്രത്തിൽ സംസം കിണറുകൾ മണ്ണിട്ട് മൂടപ്പെട്ട ഒരു സംഭവമാണ്. കാലക്രമേണ സംസം കിണറുകൾ മണൽ വന്ന് നിറയുകയോ മറ്റൊരു അഭിപ്രായ പ്രകാരം ജർഹും ഗോത്രക്കാർ അത് മണ്ണിട്ട് മൂടുകയോ ചെയ്തുവെന്നാണ് ചരിത്രം പറയുന്നത്. പിൽക്കാലത്ത് ഹാഷിം കുടുംബത്തിൻ്റെ കരങ്ങളിൽ കഅബാലയത്തിൻ്റെ അധികാരം വന്നപ്പോൾ അവിടെ ആരാധനയ്ക്ക് വേണ്ടി വരുന്ന തീർത്ഥാടകർക്ക് വെള്ളം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം റസൂലിൻ്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിനായിരുന്നു. അത് വളരെയധികം ആദരവുള്ള ഒരു പദവിയായിട്ടാണ് ഗണിച്ചു വന്നിരുന്നത്. ഒരിക്കൽ ഹിജർ ഇസ്മായിലിൻ്റെ ഭാഗത്ത് കിടന്നുറങ്ങുമ്പോൾ അബ്ദുൽ മുത്തലിബ് ഒരു നിഴൽ സ്വപ്നം കണ്ടു. അത് വന്ന് പറയുന്നത് ഇങ്ങനെയാണ്: തെളിച്ചമുള്ളതിനെ ഒഴിച്ചെടുക്കുക. രണ്ടാം ദിവസവും മൂന്നാം ദിവസവും സ്വപ്നം ആവർത്തിക്കപ്പെട്ടു. അവിടെയെല്ലാം അനുഗ്രഹ ജലധാരയെ ഒഴിച്ചെടുക്കുക എന്നെല്ലാം സ്വപ്നത്തിൽ പറയുന്നു. നാലാമതായി വീണ്ടും സ്വപ്നത്തിൽ വന്നത് സംസം കുഴിച്ചെടുക്കുക എന്നാണ്. എന്താണ് സംസം എന്ന് ചോദിച്ചപ്പോൾ ഈ അനുഗ്രഹധാരയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ജലധാര കണ്ടെത്തുവാൻ വേണ്ടി ശക്തമായ ശ്രമങ്ങളുണ്ടായി. പലരും അബ്ദുൽ മുത്തലിബിനെ പരിഹസിച്ചു. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയില്ല. ഒടുവിൽ ജലധാരയുള്ള ഭാഗം രണ്ട് വിഗ്രഹങ്ങൾക്കിടയിലാണെന്ന് സ്വപ്നത്തിലുള്ള ദർശനമുണ്ടായി. മകൻ ഹാരിസിനെയും കൊണ്ട് അവിടെ കിളച്ചു മറിച്ചെങ്കിലും പ്രയോജനമില്ലാതെ വന്നപ്പോൾ ക്ഷീണം വന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുക്കുന്നു: ഇനി സംസം വെള്ളം ലഭിക്കുകയാണെങ്കിൽ എനിക്ക് 10 മക്കളുണ്ടെങ്കിൽ ഒരു ആൺകുഞ്ഞെ ഞാൻ കഅബാലയത്തിന് ഞാൻ സമർപ്പിക്കാമെന്ന്, ഞാൻ ബലി നൽകാമെന്ന്. സംസം കിണർ വീണ്ടെടുക്കുകയും ശേഷം തൻ്റെ 10 മക്കളെ വെച്ചുകൊണ്ട് കഅബാലയത്തിലേക്ക് പോയി നറുക്കെടുപ്പ് നടത്തിയപ്പോൾ മകൻ അബ്ദുള്ളക്കാണ് നറുക്ക് വീണത്. രണ്ടാമതും മൂന്നാമതും അങ്ങനെ തന്നെയായിരുന്നു. ശേഷം ആരോ പറഞ്ഞു, അബ്ദുള്ളയെ ബലി അറുക്കേണ്ട. ഒരു ജ്ഞാനി വന്ന് പറഞ്ഞു, പകരം 10 ഒട്ടകങ്ങളെ ബലിയെടുക്കുക, 10 ഒട്ടകങ്ങളെ വെച്ച് നറുക്കെടുക്കാം. അബ്ദുള്ളയെ ഒരു ഭാഗത്ത് 10 ഒട്ടകങ്ങളെ വെച്ച് നറുക്കെടുത്തപ്പോൾ വീണ്ടും അബ്ദുള്ളയുടെ പേര് തന്നെ വന്നു. 9 തവണ ഇത് ആവർത്തിക്കപ്പെട്ടു. 100 ഒട്ടകങ്ങൾ തുലാസിൽ വന്ന് പകരം അബ്ദുള്ളയുമായി നറുക്കെടുത്തപ്പോൾ 100 ഒട്ടകങ്ങൾക്ക് നറുക്ക് വിടുകയും 100 ഒട്ടകങ്ങളെ ബലിയർപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ആ അബ്ദുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതാവാണ്. ആമിന ബീവിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. സഹറ കുടുംബത്തിൽ നിന്ന് ആമിന ബീവിയെ കല്യാണം കഴിച്ചു മഹാനായ അബ്ദുള്ള എന്നവർ. ശേഷം വളരെ സന്തോഷത്തോടെയുള്ള ജീവിതം കഴിഞ്ഞ് സിറിയയിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയ അബ്ദുള്ള തിരിച്ചു വരുമ്പോൾ മദീനയിൽ വെച്ച് രോഗിയാവുകയാണ്. രോഗിയായ അബ്ദുള്ളയെ സന്ദർശിക്കാൻ വേണ്ടി മകൻ ഹാരിസിനെ പറഞ്ഞയച്ചു പിതാവായ അബ്ദുൽ മുത്തലിബ്. പക്ഷേ ഹാരിസ് തിരിച്ചു വന്നത് അബ്ദുള്ള എന്നവരുടെ വിയോഗ വാർത്തയുമായിട്ടായിരുന്നു. വഫാത്താകുന്ന സമയത്ത് അബ്ദുള്ളയുടെ ഭാര്യ മഹദി ആമിന ബീവി അള്ളാഹുവിൻ്റെ റസൂലിനെ ഗർഭം ധരിച്ചു. പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വിയോഗ വാർത്ത എറിഞ്ഞ് ആമിന ബീവിക്കും മകൻ്റെ വിയോഗ വാർത്ത എറിഞ്ഞ് അബ്ദുൽ മുത്തലിബിനും വല്ലാത്ത വേദനയുണ്ടായി. സങ്കടപ്പെട്ട് വേദനിക്കുന്ന ആമിന ബീവിയോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മോളെ, നീ വിഷമിക്കേണ്ട. ദൈവം, കരുണാമയനായ ദൈവം നിനക്ക് പകരം ഒരു കുഞ്ഞ് അബ്ദുള്ളയെ തരും. ആ വാക്കുകൾ സത്യമായി ഉള്ളയുണ്ടായി. ആമിന ബീവിക്ക് ഒരു അബ്ദുള്ളയെ ലഭിച്ചു. ഒരു കുഞ്ഞ് അബ്ദുള്ളയല്ല, ഒരു വലിയ അബ്ദുള്ള, അഥവാ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും